ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. പൈത്തൺ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്രദമായിട്ടുള്ള അപ്ഡേറ്റ്സ് അതുവഴി വരുന്നുണ്ട്. നമുക്ക് ഇന്ന് മൊഡ്യൂൾ 1 വളരെ പെട്ടെന്ന് തന്നെ നോക്കാം. മൊഡ്യൂൾ 1 പൈത്തൺ ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിലും പഠിച്ചവരാണെങ്കിലും പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സ് വളരെ വേഗത്തിൽ പറഞ്ഞു പോവാണ്. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 1 വരുന്നത് പ്രധാനമായിട്ടും പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജീസ് ആണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കിയിട്ട് പോകേണ്ട വളരെ പ്രധാനപ്പെട്ട 4 സ്ട്രാറ്റജീസ് ആണ്. ട്രയൽ ആൻഡ് എറർ ഇതെങ്ങനെ ചോദിക്കുന്നു വെച്ചാൽ ഇതിൽ നിന്ന് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കണം. ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ അതും എഴുതാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, അതുപോലെ തന്നെ ഹെറിസ്റ്റിക്സ് മെത്തേഡ്, മീൻസ് ആൻഡ് അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. മീൻസ് ആൻഡ് അനാലിസിസ്, ദെൻ ബാക്ക് ട്രാക്കിംഗ് വിത്ത് ആൻ എക്സാമ്പിൾ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അത് രണ്ടും പഠിച്ചിരിക്കണം. ഒരു ഇൻസ്റ്റന്റ് തന്നിട്ട് ഈ മെത്തേഡുകൾ എങ്ങനെ, അതായത് പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജീസ് എങ്ങനെ അപ്ലൈ ചെയ്യുമെന്ന് ചോദിച്ചാലും പാർട്ട് ബിയിൽ 9 മാർക്കിൽ 5 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി അതിന്റെ തന്നെ മറ്റ് പ്രോസസ്സുകളിലേക്ക് വന്നാൽ കമ്പ്യൂട്ടർ മോഡൽ ഓഫ് കമ്പ്യൂട്ടേഷൻ അത് പഠിച്ചിരിക്കണം. അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലംസ്, അതായത് പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്സിന്റെ ഓരോ പ്രോസസ്സും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം വിത്ത് ആൻ എക്സാമ്പിൾ. അപ്പോൾ അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? അണ്ടർസ്റ്റാൻഡിങ് പ്രോബ്ലം, ഫോർമുലേറ്റിംഗ് എ മോഡൽ ആൻഡ് ഡെവലപ്പിംഗ് അൽഗോരിതം, ടെസ്റ്റിംഗ് ദ പ്രോഗ്രാം, ഇവാലുവേറ്റിംഗ് ദ സൊല്യൂഷൻ. അതായത് ഒരു ഇൻസ്റ്റന്റ് തരുന്നു. അപ്പോൾ ഈ മെത്തേഡ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. അത് എക്സ്പ്ലെയിൻ ചെയ്ത് തിയററ്റിക്കലി നിങ്ങൾക്ക് എഴുതാൻ പറ്റണം വിത്ത് ആൻ എക്സാമ്പിൾ. സിമ്പിൾ ആണ്. മൊഡ്യൂൾ 1 കേസാണ് പറയുന്നത്. ദെൻ പിന്നീട് വരുന്നത് കുറച്ച് തിയറി പോർഷൻസ് ആണ്. ഇപ്പോൾ വേരിയബിൾസ് എന്താണെന്ന് അറിയണം. അതുപോലെ സ്ട്രിംഗ് ഡേറ്റ ടൈപ്സ് നിങ്ങൾ പഠിച്ചിട്ടേ പോകാവൂ. അതുപോലെ മാത്ത് മൊഡ്യൂൾ മക്കളെ പാർട്ട് ബിയിൽ 100% ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. യൂസിങ് മാത്ത് മൊഡ്യൂൾ വെച്ചിട്ട് ഒരു കോഡ് എഴുതാൻ നിങ്ങൾക്ക് പറയും. സോ നെക്സ്റ്റ് എന്താണ്? ഓപ്പറേറ്റേഴ്സ് എന്താണ് എന്നും അതിന്റെ ഫംഗ്ഷൻസ് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പൊ ഇത്രയാണ് ഓട്ടിച്ച് മൊഡ്യൂൾ 1 വേണ്ടത്. ഇതുപോലെ മൊഡ്യൂൾ 2ന്റെയും 3ന്റെയും 4ന്റെയും ഒക്കെ വേണമെങ്കിൽ കമന്റ് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓൾ ദി ബെസ്റ്റ് ഫോർ ദ പ്രിപ്പറേഷൻ.